ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സകല ശ്രമങ്ങളും പരാജയപ്പെട്ട വൈജയന്തി തൻ്റെ അവസാനത്തെ അടവായി ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. അതിനു മുന്നോടിയായി ശിവശങ്കര മേനോൻ ദുബായിൽ നിന്നും രാജീവ് മേനോൻ സിംഗപ്പൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ചർച്ചകൾക്കായി വൈജയന്തി കൊല്ലപ്പള്ളി വീട്ടിലോട്ട് പോവാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അലീനെ കാണുന്നത്. അലീനെ കണ്ടതും വൈജയന്തി പറയുന്നുണ്ട്, നീ ഒരുങ്ങി നിന്നോടി, നാളത്തോടെ ഞാൻ നിന്നെ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. നീ എന്നതടി കരുതിയേ? ബാലേന്ദ്രൻ അങ്ങ് രാജാപ്പാട്ട് കളിച്ചാൽ ഞാൻ അങ്ങ് ഒതുങ്ങി പോകുന്നോ? അതിന് വൈജയന്തി വേറെ ജനിക്കണം. എനിക്ക് ഡസൺ കണക്കിന് ബന്ധുക്കളുണ്ടടി. എനിക്കൊരാവശ്യം വന്നാൽ അവരെല്ലാവരും വരും ചോദിക്കാനായിട്ട്. നാളെ ആവട്ടെ, നിനക്ക് നേരിട്ട് കണ്ട് ബോധിക്കാലോ. അങ്ങനെ പറഞ്ഞ് വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ ഉണ്ട്. ഇനി എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് കേട്ടോ അലീന. കൊല്ലപ്പള്ളിയിലെത്തിയതും രാജീവ് മേനോനും ശിവശങ്കര മേനോനും കണ്ടതോടെ വൈജയന്തി ഹാപ്പി ആയിട്ടോ. അപ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്താ വൈജയ് നീ ഇത്ര നേരം വൈകിയത്? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒന്നും പറയണ്ട ശിവേട്ടാ, ഭയങ്കര ട്രാഫിക്കായിരുന്നു, ഞാൻ അതിൽ പെട്ടുപോയി. അപ്പോൾ രാജീവ് മേനോൻ പറയുന്നുണ്ട്, ഏതായാലും നീ അകത്തേക്ക് വാ, ബാക്കി ചർച്ച നമുക്ക് അവിടെ ഇരുന്നാവാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാണ് കേട്ടോ. അലീനേനെ എങ്ങനെ പുറത്താക്കണം എന്നാണ് കേട്ടോ അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ബാലേന്ദ്രനിട്ട് 4 പൊട്ടിക്കട്ടെ, അതോ ആ പെണ്ണിനെ വിളിച്ച് പുറത്തേക്ക് ഇട്ടാൽ മതിയോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രനിട്ട് പൊട്ടിക്കാനൊന്നും നിൽക്കണ്ട, എൻ്റെ ശല്യം അവളാ, ആ അലീന. അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കി തന്നാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം രാജീവേട്ടൻ വന്ന് ചെയ്ത പോലെ ആവരുത്. അവൾ പോയ പോലെ തന്നെ തിരിച്ചു വരും. ഞാൻ നാണം കെട്ടത് മെച്ചം. അപ്പം രാജീവൻ പറയുന്നുണ്ട്, എന്നാലും ആ പെണ്ണിന് ഇത്ര ചങ്കൂറ്റോ? നമ്മൾ എത്ര അപമാനിച്ചിറക്കി വിട്ടതാ അവളെ. എന്നിട്ടും ബാലേന്ദ്രൻ്റെ കൈ പിടിച്ച് കയറി വന്നിരിക്കുന്നു. അവളുടെ തൊലിക്കട്ടി സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ കാലിൽ പിടിച്ച് വലിച്ചഴച്ച് അവളെ പുറത്തേക്ക് ഇടണമായിരുന്നു. അങ്ങനെ ആവുമ്പോൾ തിരിച്ചു വരാനുള്ള മോഹം അവൾ അപ്പാടെ ഉപേക്ഷിച്ചേനെ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, രാജീവേട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ബലപ്രയോഗത്തിലൂടെയല്ല അവളെ നമുക്ക് പുറത്താക്കേണ്ടത്. ബാലേന്ദ്രൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അവൾ അവിടെ നിന്ന് പോകണം. അതിന് എൻ്റെ ബന്ധുബലം എന്താന്ന് ബാലേന്ദ്രന് കാണിച്ചു കൊടുക്കണം. ശിവേട്ടനും രാജീവേട്ടനും മാത്രം വന്നാൽ പോരാ, രാവുണ്യമ്മാവൻ്റെ മക്കളെ കൂടി വിളിക്കി. ഇത്രയും പേരെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ വരണ്ടോളും. ഇനി ഇതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ബാലേന്ദ്രനോട് മിണ്ടിയില്ലേലും വേണ്ടില്ല. ആ ശല്യം ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ആദ്യം കരുതിയത് ഇവരെയൊന്നും ഉൾപ്പെടുത്തണ്ടെന്നാ. കാരണം നമുക്കും നാണക്കേടുള്ളൊരു കേസല്ലേ. പിന്നെ ബാലേന്ദ്രൻ എങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല. ഇത്രയും പേരെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ വരണ്ടോളും. അപ്പം രാജീവൻ പറയുന്നുണ്ട്, എന്തായാലും ബാലേന്ദ്രനോട് എനിക്ക് 2 വർത്താനം പറയണം. നമ്മളെ ആശ്രയിച്ച് നമ്മുടെ അടുക്കള പുറത്ത് കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് വളർന്നവനാ. അവനാ നമ്മളോട് വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്. അവനോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിന്റെ ഭർത്താവാണല്ലോ എന്ന് കരുതിയാ ഞാനൊന്നും പറയാതെ നിന്നത്. പക്ഷേ ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബാലേന്ദ്രനോട് സംസാരിക്കാം. അതിപ്പം മയത്തിലാണെങ്കിലും ഭീഷണിയുടെ സ്വരത്തിലാണെങ്കിലും എനിക്ക് എൻ്റെ കാര്യം നടന്നു കിട്ടിയാൽ മതി. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ഏതായാലും നാളെ നമുക്ക് ഒരുമിച്ച് പോവാം, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് തന്നെ. അങ്ങനെ വൈജയന്തിയുടെ മറ്റു ബന്ധുക്കളെ കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ ശിവശങ്കര മേനോനും രാജീവ് മേനോനും. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടി കടപ്പാട്ടൂർക്ക് പോകാൻ തീരുമാനമായി. ബാലേന്ദ്രനാണെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. വെളുപ്പിലിരിക്കുന്ന തോക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഈ തോക്കൊക്കെ എടുത്ത് നോക്കുന്നേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എപ്പോഴാ ഇതിൻ്റെ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും നീയും ഒന്ന് കരുതിയിരുന്നോ, നാളെ ചിലപ്പോൾ ഒരു പട തന്നെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, മാഡം കൊല്ലപ്പള്ളിയിലോട്ട് പോയി. പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണാവോ നിന്റെ മാഡം പറഞ്ഞിട്ട് പോയ ആ മഹാകാര്യം? അപ്പം അലീന പറയുന്നുണ്ട്, എനിക്കും കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല. എനിക്ക് ഡസൺ കണക്കിന് ബന്ധുക്കളുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ നിന്നോടും പറഞ്ഞത്, ഒന്ന് ഒരുങ്ങിയിരുന്നോളാൻ. നാളെ ചിലപ്പോൾ അവൾ വരുന്നത് അവളുടെ ബന്ധുക്കളെയും വിളിച്ചുകൊണ്ടായിരിക്കും. എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ അവിടുന്ന് പറഞ്ഞയക്കാനാണ് അവളുടെ പ്ലാൻ.
ഞാനിതൊക്കെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. വരട്ടെ, ആര് വേണമെങ്കിലും വരട്ടെ, ഒക്കേത്തിനും വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ പിറ്റേ ദിവസം വൈജയന്തി തൻ്റെ ബന്ധുക്കളെയൊക്കെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ കടപ്പാട്ടൂർ വീട്ടിലേക്ക്. 3 വണ്ടി നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. നല്ല കോൺഫിഡൻസോട് കൂടിയാണ് കേട്ടോ വൈജയന്തി വരുന്നത്. ഇതിലെന്തായാലും ബാലേന്ദ്രൻ വീഴുമെന്ന് വൈജയന്തിക്ക് ഉറപ്പായിരുന്നു. വീട്ടിലാണെങ്കിൽ ബബിതയും കൃഷ്ണമോളും രോഹിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രൻ മുകളിലത്തെ മുറിയിലായിരുന്നു. അവിടെ തന്നെയായിരുന്നു അലീനയും. ഇവർ വരുന്നതൊക്കെ ബാലേന്ദ്രൻ ജനൽ വഴി കണ്ടായിരുന്നു കേട്ടോ. അലീനയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കായിരുന്നു. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ കണ്ട് പേടിക്കുന്നേ? നിനക്ക് ഞാനില്ലേ? എന്തു വന്നാലും ഈ റൂമിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ബന്ധുക്കളൊക്കെ വന്ന് ലിവിങ് റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ? ബാലേന്ദ്രനെ വിളിക്കണ്ടേ? അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, വൈജയ് നീ പോയി ബാലേന്ദ്രനെ വിളിച്ചിട്ട് വാ. അയാളില്ലാതെ ഈ ചർച്ച മുന്നോട്ട് പോയില്ലല്ലോ. അപ്പോൾ വൈജയന്തി ബബിതയോട് പറയുന്നുണ്ട്, നീ പോയി അച്ഛനെ വിളിച്ചിട്ട് വാ. ഇവിടെ എൻ്റെ ആങ്ങളമാരും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറ. ബബിതയാണെങ്കിൽ പേടിച്ചാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ്റെ റൂമിലെത്തി ബബിത പറയുന്നുണ്ട്, അച്ഛാ ഒന്ന് താഴേക്ക് വരുമോ? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണാവോ താഴെ വിശേഷം? വല്ല പൂരം നടക്കുന്നുണ്ടോ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് പിന്നെ താഴെ ശിവശങ്കരനങ്ങളും രാജീവങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സും എത്തിയിട്ടുണ്ട്. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ഒന്ന് കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, ഇത്ര വലിയ ആൾക്കാരൊക്കെ കാണാൻ വരാൻ മാത്രം ഞാൻ അത്ര VIP ആണോ? ഏതായാലും എന്നെ കാണാൻ വേണ്ടി സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വന്ന ആൾക്കാരല്ലേ, ഒന്ന് പോയി മുഖം കാണിച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെ കണ്ടതും എല്ലാവരും സംസാരം നിർത്തുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരമേനോൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ബാല ഈ വീട്ടിൽ നടക്കുന്നേ? ഞങ്ങളുടെ പെങ്ങളെ കരയിക്കാൻ വേണ്ടിയാണോ ഇവളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നത്? അന്ന് ഇവളെ കെട്ടാൻ വരുമ്പോൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നു, വൈജയെ പൊന്നുപോലെ നോക്കാന്ന്, അവൾക്ക് ഒന്നിനൊരു കുറവും വരത്തില്ല എന്ന്. എന്നിട്ടിപ്പോൾ ഒരു വേലക്കാരിയെ പറഞ്ഞു വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്ക് ഈ വീട്ടിലില്ലേ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് പറഞ്ഞ വാക്കൊക്കെ ഞാൻ അങ്ങ് തിരിച്ചെടുത്തു. അന്ന് എനിക്ക് അത്ര വിവരമില്ലായിരുന്നു എന്ന് കൂട്ടിക്കോ. ഇപ്പം എനിക്ക് കുറച്ചൊക്കെ വിവരം വെച്ചു. നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ അത് മണ്ടത്തരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തല്ലേ വേണ്ടത്. ഇത് കേട്ടതും രാജീവിന് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. നീ എങ്ങോട്ടാടാ പറഞ്ഞ് കയറി പോകുന്നത്? പണ്ട് ഞങ്ങളുടെ അടുക്കള പുറത്ത് പഴങ്കഞ്ഞി കുടിച്ച് വളർന്നവനാ. ഞങ്ങളുടെ പെങ്ങളെ കിട്ടാനുള്ള ഒരു യോഗ്യത നിനക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾ അവളെ കെട്ടിച്ചു തന്നു. എന്നിട്ടിപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലെന്നോ? നീ ആരെയാടാ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനാണോ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? കൈതക്കൽ മാളിക വീട്ടിലുള്ളവരല്ലേ ഇപ്പം ഈ വെടിവേഷമൊക്കെ കെട്ടി എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതിലിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം രാജീവൻ പറയുന്നുണ്ട്, ദേ സൂക്ഷിച്ച് സംസാരിക്കണം. വേലക്കാരിയെ പിടിച്ച് ദത്തുപുത്രിയാക്കിയിരിക്കുന്നു. ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയെ വച്ചുകൊണ്ടിരിക്കാൻ നാണാവില്ലട നിനക്ക്. ഇത് കേട്ടതും രാജീവിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. നാവടക്കടാ, നീ എവിടെ നിന്നാടാ കുറയ്ക്കുന്നത്? ഇതേ ബാലചന്ദ്രൻ്റെ വീടാ, അല്ലാതെ കൈതക്കൽ മാളിക വീടല്ല. ഇവിടുത്തെ ഗൃഹനാഥൻ ഞാനാ. ഞാൻ തീരുമാനിക്കും എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന്. ഇനി മേലാൽ ഒരുത്തനും അലീന പ്രശ്നം പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ പടി കിടക്കരുത്. ഇറങ്ങിക്കോ എല്ലാവരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറിപ്പോയിട്ടോ. രാജീവനാണെങ്കിൽ ആകെ ചമ്മി നാറി നിൽക്കാണ് കേട്ടോ. അടി കിട്ടിയെന്ന് മാത്രമല്ല അതെല്ലാവരും കാണുകയും ചെയ്തു. തിരിച്ചൊന്നും പറയാൻ പോലും പറ്റിയില്ല. സങ്കടവും ദേഷ്യവും അപമാനവും ഒക്കെ കൊണ്ട് രാജീവ് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നാലെ ശിവേട്ടനും ബാക്കി ബന്ധുക്കളും ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആകെ ഷോക്കായി നിൽക്കാണ് കേട്ടോ വൈജയന്തി. താൻ എല്ലാ തരത്തിലും തോറ്റുപോയെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്